Hello guys, welcome back to my YouTube channel again. നമ്മൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ജിം കോർബറ്റ് ഇവിടുത്തെ റിസോർട്ടിൽ നമ്മൾ പോവാണ്. നല്ലതായിരുന്നു, കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റേ ചെയ്യാൻ നല്ലതായിരുന്നു. പക്ഷെ മഴ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇത്ര അങ്ങ് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല, റൂമിൽ തന്നെ ഇരുന്നു. പക്ഷെ ഇവിടെ വ്യൂ ഒക്കെ നല്ലതാട്ടോ. വേദു 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 ഹായ് പറ, ഹായ് പറ. ഫ്ലൈങ് കിസ് അല്ല, ഹായ് പറ. വേദു രാവിലെ വീണു, ബെഡിൽ നിന്ന് വീണു, ബെഡിൽ നിന്ന് വീണു രാവിലെ. അതിൻ്റെ ഭയങ്കര കച്ചിലായിരുന്നു. അപ്പം നമ്മളിപ്പം പോവാണ്. റെഡി എല്ലാം ആയപ്പോൾ കുറച്ച് സമയമായി. കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്, സ്റ്റേ ചെയ്യാൻ നല്ല സ്ഥലം. നമ്മൾ പോകുന്നത് നേരെ നൈനിത്താലിലാണ്. നൈനിത്താലിൽ സൂവിലാണ് നമ്മൾ പോകുന്നത്. സൂവിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിൽ പോകണം. അപ്പം നമുക്ക് വ്ളോഗ് തുടങ്ങാം. फ्लावर ओ बजूका, क्या बोलते बजूका? നല്ല ഭംഗിയില്ല ഇവിടെ, ഇങ്ങനെ ഫ്രണ്ടിൽ പാടം, ഇവിടെ കുഞ്ഞൊരു കട, ക്യൂട്ട്, നൈസ് ന. ഇവന് ഇവിടെ ബെഡെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങള്, എന്നിട്ട് ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചായുന്നു. കുട്ടിയല്ലേ. വേദു ഇങ്ങോട്ട് നോക്ക്, എങ്ങോട്ട് പോവാനാ? ഇല്ല ഇല്ല, അവന് ഡ്രൈവ് ചെയ്യണം. ഇപ്പം ഡ്രൈവ് ചെയ്യാം. യോ വേദു, ആ പോട്ടെ, വരട്ടെ 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 വീട്ടെ 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 കേട്ടോ. വേദു ഇതാ നോക്ക്, മമ്മ നോക്ക്, മമ്മ അപ്പ വന്ന വേദു പേ ഇതേ നോക്ക്. ഹായ് ഗൈസ്, നമ്മള് ഇവിടെ കൊറേ ഇങ്ങനെ ഫ്രൂട്ട്സ് കടക്കാറുണ്ട്. അപ്പം നല്ല സ്ട്രോബെറി, റാസ്ബെറി, സ്ട്രോബെറി, പിന്നെ നമ്മുടെ പേരയ്ക്ക. ഓൺലൈൻ मेरे में से कर दो. अच्छा എന്നാ ഇവിടെ കുറച്ച് ആൾക്കാർ ലൈക്ക് ടൂ മച്ച് വെലവേഷൻ എന്തല്ലേ. നമ്മൾ വാങ്ങിച്ച ആളുടെ കൈ ഒക്കെ അത് ഇതില്ല, സ്വാധീനമില്ല അല്ലേ, സ്വാധീനമില്ലല്ലേ. इतने पैसे के അവര് വന്ന് അവിടെ വെലവേഷൻ, मतलब हद होती है. इतना छोटा सा अमाउंट है बेचारे, കുറേ നേരമായിട്ട് വെലവേഷിക്കുന്നുണ്ട്. 50 രൂപയ്ക്ക് എങ്ങാണ്ട് വെലവേഷം ആകുമ്പോഴത്തേക്കും. എനിവേസ്, സോ നമ്മൾ ഇപ്പം പൊക്കോണ്ടിരിക്കുവാണ്. വേദുത്തെ കാര്യം സാധിച്ചു, കാര്യം സാധിച്ചിട്ടുണ്ട് കേട്ടോ നിഷാന്ത്. എല്ലാവരും ഇറങ്ങി വാങ്ങിയതാണ്. നല്ല അടിപൊളി സ്ട്രോബെറീസ്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറീസ് നമ്മൾ വാങ്ങിച്ചേ കൊള്ളാം കേട്ടോ. ഇനി വേദുവിന് വേണ്ടിയാണ് സ്ട്രോബെറീസ് വാങ്ങിച്ചത്. നമുക്ക് 2 മണിക്കൂർ നമ്മൾ സൂവിൽ എത്താൻ പറ്റത്തില്ല. നമുക്ക് അപ്പോഴത്തേക്കിന് 4:30 ആണ് ക്ലോസിങ് ടൈം. അപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, നൈനിതാൽ സൂ. പക്ഷേ നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോകണം. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പോയാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കറങ്ങാൻ, എന്നിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. വേദിത എണീച്ചു. കയറ്റം വന്നിരിക്കുവാണ്. എനിക്കിങ്ങനെ കയറ്റത്തൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ട്. സോ നിഷാന്ത് നിങ്ങൾ മാനേജ് ചെയ്യുമല്ലോ എന്നെ. വോമിറ്റിംഗ് ആയി കഴിഞ്ഞാൽ മാനേജ് ചെയ്യുമല്ലോ. How rude. അത്ര മുകളിലോട്ടാണോ? ഭയങ്കര കയറ്റത്തിലാണോ? യാർ
അതാ എനിക്ക് ഈ മലയുള്ള സ്ഥലത്ത് എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് സത്യം പറഞ്ഞ അടുത്ത് ഈ കൊച്ചുകുട്ടി മുട്ട വയ്ക്കും, ചോളം. ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ കൊച്ചു വ്യാപാരികളെ കാണാം. ഞാൻ എന്ത് പർട്ടിക്കുലർ മലയാളം പറയാതെ കൊച്ചു സ്റ്റോൾസ് കാണാം കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ ചായ, പിന്നെ മുട്ട, ചോളം, അങ്ങനെ. നമുക്കിവിടെ ഇറങ്ങണ്ടല്ലേ, പീസ്ഫുൾ, നല്ല രസമുണ്ട്. കുറച്ചേരം ഇരുന്നിട്ട് പോയായിരുന്നു. യാർ സബ് ബൈഠേ ഹൈ, എല്ലാരും ഇരിക്കുന്നുണ്ട്. നിശാന്ത് പഹലെ പहुंच जाए. ഗൈസ്, നമ്മളിവിടെ ഇനി അരമണിക്കൂർ കൂടെ, പക്ഷെ ഭയങ്കര ജാം, ട്രാഫിക്. ഞാനും വീതും കുറച്ച് നേരം ഉറങ്ങി. പാവം. പിന്നെ ചെയ്യണോ പോട്ടി ഇട്ടിട്ട് കുഞ്ഞു പൊതുവാര ഡാലേ. പാവമുണ്ട്, സ്ഥലമില്ലാത്തോണ്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമ്മൾ രണ്ടുപേരും ഉറക്കമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇനിയും നല്ല ട്രാഫിക് ഇല്ല. ഓ മൈ ഗോഡ്. ഓക്കെ ഓക്കെ. കുഞ്ഞു കുഞ്ഞു വഴികളായതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ജാം. ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഛർദ്ദിച്ചില്ല, വോമിറ്റിംഗ് ആയില്ല എനിക്ക്. നമ്മൾ സൂവിലൊന്നും പോയില്ല, നാളെ പോകാന്ന് വെച്ചോളൂ. ഭയങ്കര തിരക്ക്. പിന്നെ ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോവാണ്, നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോവാണ്. ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര ട്രാഫിക്. ബ്യൂട്ടിഫുൾ, ഇഷ്ടപ്പെട്ടു, നല്ല സ്ഥലം. വ്യൂ കാണിച്ചുതരാം. അയ്യോ, നമ്മളങ്ങ് എത്തി. അയ്യോ, ഭയങ്കര വലിയ യാത്രയാണ്. എത്തി അങ്ങനെ ഫൈനലി നമ്മൾ. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി എത്തി. ഇവിടെ നമുക്ക് റിസോർട്ടേ കിട്ടുന്നില്ല. നമ്മൾ മാപ്പിൻ്റെ ത്രൂ പോകുന്നത്, പക്ഷെ അത് എവിടൊക്കെയോ കൊണ്ടുപോയി നിർത്തുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഇച്ചിരിയുള്ള ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കണ്ടുപോലില്ല. നമ്മൾ ഏതൊക്കെ വഴിയിലോട്ട് പോയി. അവിടെ ഭയങ്കര ഇരുട്ടും പിന്നെ ഭയങ്കര എന്താ ആരും ഇല്ലായിരുന്നു. ഇതിങ്ങനെ അകത്തോട്ടാണ് റിസോർട്ടിൻ്റെ വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ. നല്ലതാണ്, പക്ഷെ ഇപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് ലൈക്ക് ലേക്ക് വ്യൂ ആണ്. വ്യൂ കണ്ടാ വീഴും അത്. വേണ്ട നോക്ക് ലേക്ക് വ്യൂ കേട്ടോ. ഇപ്പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് ലേക്ക് വ്യൂ കാണാം. അപ്പം ഇത് വിൻഡോ, അവിടെ നമുക്ക് ലേക്ക് വ്യൂ കാണാം. നല്ല രാവിലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് റൂം വെറുതെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് സിമ്പിൾ റൂമാണ്, കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. പക്ഷേ വ്യൂ ആണ് നല്ലത്. ഇച്ചിരി മുകളിലത്തെ റൂംസ് ഉണ്ട് കേട്ടോ, മുകളിലത്തെ റൂംസും ഉണ്ട്. അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലാണ് എടുത്തേക്കുന്നത്. ഇത് ഭംഗിയുണ്ട്, രാവിലെ ഞാൻ കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി. ഇത് ഭീംതാലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നൈനിതാൽ നമ്മൾ സൂവിൽ പോകാൻ ട്രൈ ചെയ്തു, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ ഈ ചെറുക്കൻ ഇത് താഴോട്ട് വീഴ്ത്തും മിക്കവാറും. വേദു, ഇത് കളിക്കാനുള്ളതല്ല, ഇത് ഇങ്ങ ബാ, മമ്മ പാസ് ആവും, മമ്മ പാസ് ആവും. ഇതിറാ വേദു, കാണിക്കുന്നു. എൻ്റെ ഈശ്വര, താഴെ വീഴാൻ മതി. വേദു, ഓക്കെ. നമ്മൾ നൈനിതാലിൽ പോലെ ഭീംതാലിൽ തന്നെ നമ്മൾ കവർ ചെയ്യാന്ന് വെച്ചു എല്ലാം. കാരണം ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നിഷാന്ത് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പോന്ന് വെച്ചു. ഇതൊരു മച്ചാൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. അത് ഞാൻ വിചാരിച്ചു മലയാളികൾ റെസ്റ്റോറൻറ്റ് ആയിരുന്നു, മച്ചാൻ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. പക്ഷെ മലയാളികളുടെ അല്ല. ഇറ്റ്സ് ലൈക്ക് എ നൈസ് റെസ്റ്റോറൻറ്റ്. ഞാൻ വന്നപ്പം കണ്ടു. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ഒരു അരമണിക്കൂർ ദൂരം കാണും. പക്ഷെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു ഈ റിസോർട്ട് കണ്ടുപിടിക്കാൻ. ഫൈനലി നമ്മളിവിടെ എത്തി. ഇനി നാളെ ആയിരിക്കും നമ്മൾ കുറച്ചൊക്കെ ഇവിടെ അടുത്തൊക്കെ ബോട്ടിങ്ങും
അങ്ങനെ കാര്യങ്ങളൊക്കെ കറങ്ങാൻ പോകുന്നത്. ഇവരോട് ചോദിക്കണം ഇവിടെ അടുത്തൊക്കെ എന്തൊക്കെയാണ് സംഭവം. ബട്ട് സ്റ്റിൽ നമ്മളിപ്പം 3 പേരും ടയേർഡായി. ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. ടാറ്റ പറ, ടാറ്റ പറ. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വീണ്ടും കാണാം. പാർട്ട് 3 വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ശുഭരാത്രി.